രാജ്ഭവനെ കേരള ഗവർണർ ബിജെപിയുടെ ക്യാമ്പ് ഓഫീസാക്കി മാറ്റിയെന്ന സിപിഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. സർവകലാശാലകളിലേക്ക് ലക്ഷണമൊത്ത ആർഎസ്എസ്കാരെ ഒളിപ്പിച്ചു കടത്താൻ ശ്രമിക്കുന്ന ഗവർണറെ പിന്തുണയ്ക്കുന്ന കോൺഗ്രസ് രാഷ്ട്രീയം ലജ്ജാകരമെന്നും ബിനോയ് വിശ്വം. നടി ഗൌതമിയുടെ ഭൂമി തട്ടിയെടുത്ത കേസിൽ 5 പ്രതികൾ അറസ്റ്റിൽ. ചൂണ്ടലിൽ വാടകയ്ക്ക് താമസിച്ചു വന്നിരുന്ന പ്രതികളെ തമിഴ്നാട് പോലീസാണ് പിടികൂടിയത്. ജില്ലയിൽ തെരുവ് നായ്ക്കളുടെ ശല്യം രൂക്ഷമായി തുടരുന്നു. കടപ്പുറം അഞ്ചങ്ങാടിയിൽ തെരുവ് നായ്ക്കൾ 3 ആടുകളെ കടിച്ചുകൊന്നു. സഹോദരനെ വധിച്ച കേസിൽ പ്രതിക്ക് ജീവപര്യന്തവും 2 ലക്ഷം രൂപയും ശിക്ഷ വിധിച്ചു. വെങ്ങടിശ്ശേരി കളരിക്കൽ വീട്ടിൽ സനീഷിനെയാണ് തൃശൂർ 1 അഡീഷണൽ ജില്ലാ കോടതി ശിക്ഷിച്ചത്. നമസ്കാരം. വിശദമായ വാർത്തയിലേക്ക്. ഗവർണർ എന്ന ഭരണഘടനാ പദവിയുടെ ആസ്ഥാനമായ രാജ്ഭവനെ കേരള ഗവർണർ ബിജെപിയുടെ ക്യാമ്പ് ഓഫീസാക്കി മാറ്റിയിരിക്കുകയാണെന്ന് സിപിഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. സർവകലാശാലകളിലേക്ക് ലക്ഷണമൊത്ത ആർഎസ്എസുകാരെ ഒളിപ്പിച്ചു കടത്താൻ ശ്രമിക്കുന്ന ഗവർണറെ പിന്തുണയ്ക്കുന്ന കോൺഗ്രസ് രാഷ്ട്രീയം ലജ്ജാകരമെന്നും ബിനോയ് വിശ്വം. സിപിഐ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ തൃശൂർ റീജിയണൽ തിയേറ്ററിൽ സംഘടിപ്പിച്ച വി രാഘവൻ ജന്മശതാബ്ദി ആഘോഷം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ബിനോയ് വിശ്വം. ദേശീയ തലത്തിൽ ബിജെപിക്കെതിരായുള്ള വിശാല മുന്നണിയുടെ ഭാഗമായ കോൺഗ്രസ് കേരളത്തിൽ LDFനെ മുഖ്യ ശത്രുവായി കണ്ട് ബിജെപിയുമായി ചങ്ങാത്തത്തിലാണ്. കേരളത്തിലെ കോൺഗ്രസ് നെഹ്റുവിനെയും ഗാന്ധിജിയെയും മറന്നുകഴിഞ്ഞു. രാജ്യത്ത് വിദേശ നിക്ഷേപങ്ങൾ വർദ്ധിക്കുകയാണെന്ന മോദിയുടെ അവകാശവാദം പച്ചക്കള്ളമാണ്. രാജ്യത്തെ സ്വദേശി സംരംഭങ്ങളെ വിദേശ കുത്തകകൾക്കും കോർപ്പറേറ്റുകൾക്കും അടിയറ വയ്ക്കുകയാണ് മോദി ചെയ്യുന്നത്. ഇന്ത്യയുടെ ആകാശവും ഭൂമിയും പാതാളവും വിദേശ കൊള്ളക്കാർക്ക് അടിയറ വയ്ക്കുകയാണ്. ഇന്ത്യൻ പാർലമെന്റ് ജനാധിപത്യമില്ലാത്ത ഒരു കോട്ട മാത്രമായി മാറിയിരിക്കുന്നു. ഈ കോട്ടയിൽ പ്രതിപക്ഷാംഗങ്ങളോ ചർച്ചകളോ ജനാധിപത്യമോ വേണ്ടെന്നാണ് ബിജെപിയുടെ നിലപാട്. ഇന്ത്യൻ പാർലമെന്റിനകത്ത് ആരാ ഇപ്പോൾ ഉള്ളത്? പ്രതിപക്ഷത്തിൽ നിന്ന് 2-3 പേര് മാത്രം. ഇതെന്ത് പാർലമെന്റാണ്? പ്രതിപക്ഷത്തെ ഒഴിവാക്കുന്ന പാർലമെന്റ്, പ്രതിപക്ഷത്തെ ഭയപ്പെടുന്ന പാർലമെന്റ്, പ്രതിപക്ഷമില്ലാത്ത പാർലമെന്റ്. ആ പാർലമെന്റ് അല്ല. ആ ജനാധിപത്യമല്ല. ഇതാണ് മോദി ഗവൺമെന്റിന്റെ സങ്കല്പമെന്ന് ഈ രാജ്യം തിരിച്ചറിയുന്നുണ്ട്. വലിയൊരു കോട്ട, സൗന്ദര്യബോധത്തിൽ ഒട്ടുമില്ലാത്ത, ധൂർത്തും ധാരാളത്തരവും ഇഷ്ടം പോലെയുള്ള അലങ്കാരങ്ങൾക്കും വർണ്ണപ്പൊലിമയ്ക്കും മാത്രം സ്ഥാനം കൊടുത്ത ഒരു പെരുങ്കോട്ടയാണ് ഇന്നത്തെ ഇന്ത്യൻ പാർലമെന്റ്. ഒരു വലിയ 7 സ്റ്റാർ ഹോട്ടൽ എന്ന് വേണമെങ്കിൽ വിളിക്കാം. അവിടെ എല്ലാം ഉണ്ട്. ജനാധിപത്യമില്ല. അവിടെ എല്ലാം ഉണ്ട്. ചർച്ചയില്ല. അവിടെ എല്ലാം ഉണ്ട്. പരസ്പര ബന്ധങ്ങളില്ല. ജനാധിപത്യത്തിന്റെ എല്ലാ തത്വങ്ങളെയും ലംഘിച്ചുകൊണ്ടുള്ള ഈ പോക്കിനെ ചെറുക്കാൻ രാജ്യത്തെ ജനാധിപത്യ മതേതര പ്രസ്ഥാനങ്ങൾ ഒന്നിച്ചണിനിരക്കേണ്ടതുണ്ടെന്നും ബിനോയ് വിശ്വം പറഞ്ഞു. CPI ജില്ലാ സെക്രട്ടറി KK വത്സരാജ് അധ്യക്ഷത വഹിച്ചു. P ബാലചന്ദ്രൻ MLA, CPI നേതാക്കളായ E ചന്ദ്രശേഖരൻ, KP രാജേന്ദ്രൻ, CN ജയദേവൻ, അഡ്വക്കേറ്റ് VS സുനിൽകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. TCV ന്യൂസ്, തൃശൂർ. നടി ഗൌതമിയുടെ 25 കോടിയോളം രൂപ വില വരുന്ന 46 ഏക്കർ ഭൂമി തട്ടിയെടുത്ത സംഭവത്തിൽ പ്രതികളെ തമിഴ്നാട് പോലീസ് ചൂണ്ടലിൽ നിന്നും പിടികൂടി. തമിഴ്നാട് സ്വദേശികളായ അഴകപ്പൻ, ഭാര്യ ആർച്ച, മകൻ ശിവ, മകന്റെ ഭാര്യ ആരതി, ഡ്രൈവർ സതീഷ് കുമാർ എന്നിവർ ഉൾപ്പെടെ 5 പേരെയാണ് തമിഴ്നാട് ക്രൈംബ്രാഞ്ച് DYSP ജോൺ വിക്ടറിന്റെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തത്. ചൂണ്ടൽ എഴുത്തുപുരയ്ക്കൽ ബിൽഡിംഗിൽ വാടകയ്ക്ക് താമസിച്ചിരുന്ന പ്രതികളെക്കുറിച്ച് വിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് അറസ്റ്റ്. സംഭവത്തിൽ കുന്നംകുളത്ത് പ്രതികൾക്ക് താമസിക്കാൻ സൌകര്യം ഒരുക്കി നൽകിയ BJP പഞ്ചായത്ത് അംഗത്തിന്റെ ഭർത്താവിനെ തമിഴ്നാട് പോലീസ് ചോദ്യം ചെയ്തു. ഇയാളുടെ മൊബൈൽ ഫോണും ക്രൈംബ്രാഞ്ച് കസ്റ്റഡിയിലെടുത്തിരുന്നു. ശ്രീ പെരുംപൂതൂരിൽ ഉൾപ്പെടെ തമിഴ്നാട്ടിലെ വിവിധ ഭാഗങ്ങളിലായുള്ള ഭൂമിയാണ് തട്ടിയെടുക്കപ്പെട്ടതെന്നും താനും മകളും ഇപ്പോൾ വധഭീഷണി നേരിടുകയാണെന്നും ഗൌതമി നേരത്തെ പരാതി നൽകിയിരുന്നു. ചെന്നൈ പോലീസ് കമ്മീഷണർക്കാണ് പരാതി നൽകിയിരുന്നത്. കടപ്പുറം അഞ്ചങ്ങാടിയിൽ തെരുവു നായ്ക്കളുടെ ആക്രമണം 3 ആടുകളെ കടിച്ചുകൊന്നു. ചെന്നൈക്കൽ ഷെരീഫയുടെ വീട്ടിലെ ആടുകളെയാണ് തെരുവു നായ്ക്കൾ കടിച്ചുകൊന്നത്. ഇന്ന് പുലർച്ചെയാണ് സംഭവം. കൂട്ടമായി എത്തിയ നായ്ക്കൾ കൂടുപൊളിച്ച ആടുകളെ വകവരുത്തുകയായിരുന്നു. കടപ്പുറം പഞ്ചായത്തിൽ തെരുവു നായ്ക്കളുടെ ശല്യം രൂക്ഷമായിട്ടും പരിഹാരം കാണാൻ പഞ്ചായത്ത് അധികൃതർ തയ്യാറാവുന്നില്ലെന്ന പരാതി വ്യാപകമാണ്. സഹോദരനെ വധിച്ച കേസിൽ പ്രതിയെ തൃശൂർ 1 അഡീഷണൽ ജില്ലാ കോടതി ജീവപര്യന്തം തടവിനും 2 ലക്ഷം രൂപ പിഴയടയ്ക്കാനും ശിക്ഷ വിധിച്ചു. വെങ്ങടിശ്ശേരി കളരിക്കൽ വീട്ടിൽ സലീഷിനെയാണ് തൃശൂർ 1 അഡീഷണൽ ജില്ലാ ജഡ്ജി KE സ്വാലിക് ശിക്ഷിച്ചത്. 2016 കേസിനാസ്പദമായ സംഭവം. കുടുംബ വഴക്കിനെ തുടർന്ന് പ്രതി സഹോദരനായ അഭിലാഷിനെ വിളക്കുകൊണ്ടും ചിരവ കൊണ്ടും ആക്രമിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. പ്രോസിക്യൂഷനു വേണ്ടി ജില്ലാ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് KB സുനിൽകുമാർ, പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് ലിജി മധു എന്നിവർ കോടതിയിൽ ഹാജരായി.
തൃശൂരിൽ വീണ്ടും പോലീസുകാരന്റെ ആത്മഹത്യ. തൃശൂർ സിറ്റി കൺട്രോൾ റൂമിലെ ഡ്രൈവറായ സിവിൽ പോലീസ് ഓഫീസർ ചേർപ്പ് പെരുമ്പിളിശ്ശേരി സ്വദേശി ആറ്റുപുറത്ത് വീട്ടിൽ 40 വയസ്സുള്ള ആദീഷാണ് മരിച്ചത്. പെരുമ്പിളിശ്ശേരിയിലെ വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിലാണ് ഇയാളെ കണ്ടെത്തിയത്. കൊല്ലപ്പെട്ട ബി.ജെ.പി. നേതാവ് രഞ്ജിത്ത് ശ്രീനിവാസിന്റെ അനുസ്മരണ ചടങ്ങിൽ ജോലിക്കിടയിൽ പങ്കെടുത്ത ചാവക്കാട് നഗരസഭ കണ്ടീജന്റ് ജീവനക്കാരിയെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തു. പി.വി. ഹിനയെയാണ് ചാവക്കാട് നഗരസഭാ ചെയർപേഴ്സന്റെ നിർദ്ദേശത്തെ തുടർന്ന് നഗരസഭാ സെക്രട്ടറി സസ്പെൻഡ് ചെയ്തത്. കേരള ധീവര സംരക്ഷണ സമിതിയുടെ ആഭിമുഖ്യത്തിൽ മണത്തല ചാപ്പറമ്പിൽ സംഘടിപ്പിച്ച പുഷ്പാർച്ചനയിൽ ജോലിക്കിടയിൽ ഇവർ പങ്കെടുത്ത ചിത്രം സമൂഹമാധ്യമങ്ങളിൽ പ്രചരിച്ചിരുന്നു. ഇതേ തുടർന്നാണ് ജീവനക്കാരിക്കെതിരെ നടപടിയെടുക്കാൻ ചെയർപേഴ്സൺ നിർദ്ദേശം നൽകിയത്. രാവിലെ ഹീന ജോലിക്ക് ഹാജരാവുകയും മാലിന്യം നീക്കുന്നതിന് ചുമതലപ്പെടുത്തി നഗരസഭയിലെ ട്രാക്കിൽ പറഞ്ഞയക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഡ്യൂട്ടി സമയത്ത് നഗരസഭയുടെ യൂണിഫോമിൽ രഞ്ജിത്ത് ശ്രീനിവാസൻ അനുസ്മരണത്തിൽ ഹീന പങ്കെടുക്കുകയായിരുന്നു. തുടർന്നാണ് ഇതുമായി ബന്ധപ്പെട്ട ചിത്രം സമൂഹമാധ്യമങ്ങളിൽ പ്രചരിച്ചത്. ചേർപ്പ് തിരുവുള്ളക്കാവിൽ ബൈക്കിടിച്ച് ഗുരുതര പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന വീട്ടമ്മ മരിച്ചു. പാറക്കോവിൽ കാവിൽപ്പാടം പൂണത്ത് വീട്ടിൽ നാരായണൻ ഭാര്യ 57 വയസ്സുള്ള കോമളമാണ് മരിച്ചത്. കഴിഞ്ഞ ചൊവ്വാഴ്ച വൈകിട്ടാണ് അപകടമുണ്ടായത്. തലയ്ക്ക് പരിക്കേറ്റ് തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ഇന്ന് രാവിലെയാണ് മരിച്ചത്. അന്തരിച്ച പ്രശസ്ത ഇടക്ക വാദ്യകലാകാരൻ തിച്ചൂർ മോഹനന് നാടിന്റെ അന്ത്യാഞ്ജലി. വസതിയിൽ പൊതുദർശനത്തിന് വെച്ച ഭൗതിക ശരീരത്തിൽ വാദ്യകലാകാരന്മാരും വാദ്യപ്രേമികളും വിവിധ ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികളും അന്ത്യോപചാരം അർപ്പിച്ചു. പത്മശ്രീ മട്ടന്നൂർ ശങ്കരൻകുട്ടി മാരാർ, പത്മശ്രീ സുന്ദർ മേനോൻ, ചോറ്റാനിക്കര വിജയൻ, പെരക്കാട് തങ്കപ്പൻ, കുട്ടനല്ലൂർ രാമൻ മാരാർ, കോങ്ങാട് മധു തുടങ്ങിയ പ്രമുഖർ അന്ത്യോപചാരം അർപ്പിച്ചു. എരുമപ്പെട്ടി പ്രസ് ക്ലബിനു വേണ്ടി പ്രസിഡന്റ് എ.എം. റഷീദ് റീത്ത് സമർപ്പിച്ചു. സംസ്കാരം പാമ്പാടി ഐവർ മഠത്തിൽ നടന്നു. അയൽ സംസ്ഥാനങ്ങളിൽ നിന്ന് ക്രിസ്മസ് അവധിക്ക് നാട്ടിലേക്ക് വരാനൊരുങ്ങുന്ന മലയാളികളെ പിഴിഞ്ഞ് ഇരട്ടിയിലേറെ നിരക്കുമായി സ്വകാര്യ ബസ്സുകൾ. നാളെയും മറ്റന്നാളുമെല്ലാം അയൽ സംസ്ഥാനങ്ങളിൽ നിന്ന് നാട്ടിലെത്താൻ 6000 രൂപ വരെയാണ് ടിക്കറ്റ് നിരക്കുകൾ. ബാംഗ്ലൂരിൽ നിന്ന് കൊച്ചിയിലേക്ക് യാത്ര ചെയ്യാൻ ഓൺലൈൻ വഴി ഇന്ന് ടിക്കറ്റ് ബുക്ക് ചെയ്താൽ മൾട്ടി ആക്സൽ AC സ്ലീപ്പർ ബസ്സിന് നിരക്ക് 3390 രൂപയാണ്. മറ്റ് ബസ്സുകളിൽ 2000-നും 3000-നും ഇടയിലാണ് നിരക്കുകൾ. എന്നാൽ നാളെ അത് 6000 രൂപയാകും. ചെന്നൈയിൽ നിന്ന് കൊച്ചിയിലേക്ക് 4900 രൂപയാണ് ടിക്കറ്റ് നിരക്കുകൾ. നോൺ AC സീറ്റർ ബസ്സുകൾക്ക് നിരക്ക് 2840 രൂപ വരെയാണ്. അന്തർ സംസ്ഥാന സർവീസ് നടത്തുന്ന ബസ്സുകളുടെ സംഘടനാ തീരുമാനം മറികടന്നാണ് ഈ പിഴയിലെന്ന് ലക്ഷറി ബസ് ഓണേഴ്സ് അസോസിയേഷൻ പറഞ്ഞു. നിലവിൽ അന്തർ സംസ്ഥാന ബസ് സർവീസുകളുടെ നിരക്ക് നിശ്ചയിക്കാൻ ഏകീകൃത സംവിധാനമോ സർക്കാർ ഇടപെടലോ ഉണ്ടായിട്ടില്ല. ഓൺലൈൻ ബുക്കിംഗ് സജീവമായതോടെ സർവീസ് ചാർജ് അടക്കം നിരക്ക് വീണ്ടും ഉയരും. KSRTCയിൽ ചെന്നൈ കൊച്ചി റൂട്ടിൽ നാളെ മുതൽ 2800, 3300, 3600 എന്നിങ്ങനെയാണ് നിരക്കുകൾ. തിരക്ക് വർദ്ധിച്ചിട്ടും ദക്ഷിണ റെയിൽവേ സ്പെഷ്യൽ സർവീസുകളൊന്നും ഇത്തവണ പ്രഖ്യാപിച്ചിട്ടില്ല. വിമാന ടിക്കറ്റുകൾക്ക് മാനമുട്ടുന്ന നിരക്കുമാണ്. KCB ജീവനക്കാരോടുള്ള മാനേജ്മെന്റിന്റെ ധാർഷ്ട്യത്തിനെതിരെ KEEC INTUCയുടെ നേതൃത്വത്തിൽ കരിദിനം ആചരിച്ചു. തൃശൂർ വൈദ്യുതി ഭവന് മുന്നിൽ നടത്തിയ ധർണ DCC സെക്രട്ടറി സുനിൽ അന്തിക്കാട് ഉദ്ഘാടനം ചെയ്തു. KEEC ജില്ലാ വർക്കിംഗ് പ്രസിഡന്റ് ഉസ്മാൻ കൊടുങ്ങല്ലൂർ അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി ഷാജി, സംസ്ഥാന വൈസ് പ്രസിഡന്റ് ജോസ്, സംസ്ഥാന ഓർഗനൈസിംഗ് സെക്രട്ടറി അനീഷ്, MK സുരേഷ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. BJP സംസ്ഥാന പ്രസിഡന്റ് K. സുരേന്ദ്രൻ പുന്നൂർക്കുളം മേഖലയിൽ സന്ദർശനം നടത്തി. ആൽത്തറ, പുഴിക്കള, ചിറായി, ഉപ്പുങ്ങൽ, പുന്നൂർക്കുളം എന്നീ സ്ഥലങ്ങളിലെ വിവിധ BJP പ്രവർത്തകരുടെ വീടുകൾ K. സുരേന്ദ്രൻ സന്ദർശിച്ചു. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ A ക്ലാസ് പാർലമെന്റ് മണ്ഡലമായ തൃശൂർ സീറ്റിൽ NDA മുന്നണി സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കുന്നതിന്റെ ഭാഗമായി മാർഗനിർദ്ദേശങ്ങൾ നൽകുന്നതിനും പഞ്ചായത്ത് തലത്തിൽ വോട്ടുകൾ വർദ്ധിപ്പിക്കുന്നതിന് പദ്ധതികൾ ചർച്ച ചെയ്യുന്നതിനും വേണ്ടിയായിരുന്നു സന്ദർശനം. സന്ദർശനത്തിന്റെ ഭാഗമായി ഇതര രാഷ്ട്രീയ മതവിഭാഗത്തിൽപ്പെട്ട നേതാക്കളെയും സന്ദർശിച്ചു. കൊടുങ്ങല്ലൂരിലെ ഡിവൈഎഫ്ഐ നേതാവായിരുന്ന KU ബിജു വധക്കേസിൽ വെള്ളിയാഴ്ച കോടതി വിധി പറയും. തൃശൂർ 4ാം അഡീഷണൽ സെഷൻ കോടതി ജഡ്ജി രജനീഷാണ് വിധി പറയുക. ഡിവൈഎഫ്ഐ കൊടുങ്ങല്ലൂർ ബ്ലോക്ക് വൈസ് പ്രസിഡന്റും വിവിധോദ്ദേശ സഹകരണ സംഘം ജീവനക്കാരനുമായിരുന്ന ലോകമല്ലേശ്വരം കാരേക്കാട്ട് ഉണ്ണികൃഷ്ണന്റെ മകൻ ബിജു 2008 ജൂൺ 30-നാണ് ആക്രമിക്കപ്പെട്ടത്. ജൂലൈ 2-നായിരുന്നു മരണം. സഹകരണ ബാങ്കിലെ കുറിപ്പിരിവിനായി സൈക്കിളിൽ പോകുകയായിരുന്ന ബിജുവിനെ തടഞ്ഞു നിർത്തി ആക്രമിക്കുകയായിരുന്നു. എടവിലങ്ങ് കരിച്ചാക്കുളത്ത് വീട്ടിൽ ജോബ്, പ്രായപൂർത്തിയാകാത്ത ഒരാൾ, പെരിഞ്ഞനം അമ്പാട്ട് വീട്ടിൽ കല്ലാടൻ ഗിരീഷ്, വെമ്പല്ലു പള്ളിപ്പാട്ട് വീട്ടിൽ സേവ്യർ എന്ന അച്ചായൻ എന്നിവർ കൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്തതെന്നാണ് പോലീസ് കണ്ടെത്തൽ. സംഭവ സമയത്ത് മൈനറായിരുന്ന 2ാം പ്രതിയുടെ വിചാരണ തൃശൂർ ജുവനൈൽ ജസ്റ്റിസ് കോടതിയിൽ നടന്നുവരികയാണ്. പ്രോസിക്യൂഷനു വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ പാരപ്പള്ളി R. രവീന്ദ്രൻ, അഭിഭാഷകരായ അഭിഷേക് B. പിള്ള, അഖിൽ മറ്റത്ത്, YS. അർജുൻ എന്നിവർ കോടതിയിൽ ഹാജരാകും.
ശ്രവണ സഹായികളുടെ ഓൺലൈൻ പരസ്യവും വിൽപ്പനയും നിരോധിക്കാൻ ഉത്തരവിട്ട ഭിന്നശേഷിക്കാർക്കായുള്ള ചീഫ് കമ്മീഷണറുടെ കോടതി. ഇന്ത്യൻ സ്പീച്ച് ആൻഡ് ഹിയറിംഗ് അസോസിയേഷൻ സെക്രട്ടറി ഒരു സ്വകാര്യ ഓൺലൈൻ വ്യാപാര വെബ്സൈറ്റിനെതിരെ നൽകിയ പരാതിയെ തുടർന്നാണ് ഭിന്നശേഷിക്കാർക്കായുള്ള ചീഫ് കമ്മീഷണറുടെ ഉത്തരവ് ഉണ്ടായതെന്ന് ഇന്ത്യൻ സ്പീച്ച്, ലാംഗ്വേജ് ആൻഡ് ഹിയറിംഗ് അസോസിയേഷൻ കേരള ഘടകം ഭാരവാഹികൾ തൃശൂരിൽ അറിയിച്ചു. ഓഡിയോളജിസ്റ്റിന്റെ നേതൃത്വത്തിൽ കേൾവി പരിശോധനയും ശ്രവണ സഹായികളുടെ ക്രമീകരണങ്ങളും നടത്തിയതിനു ശേഷമേ ആവശ്യക്കാർക്ക് ശ്രവണ സഹായികൾ ലഭ്യമാക്കാവൂ. എന്നാൽ ഇത്തരം നടപടിക്രമങ്ങൾ പാലിക്കാതെ ശ്രവണ സഹായികൾ ഓൺലൈൻ വഴി പരസ്യം ചെയ്ത് വിൽപ്പന നടത്തുന്നത് കേൾവി കുറവുള്ളവരുടെ അവശേഷിക്കുന്ന കേൾവിയെ കൂടി ബാധിക്കുമെന്ന കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിലാണ് കോടതിയുടെ ഉത്തരവ്. അസോസിയേഷൻ ഭാരവാഹികളായ അനീഷ് ബാബു, ദീപക് ജയൻ, മേഘ ബാബു എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ജിംഗിൾ ബെൽസ്. ക്രിസ്മസ് ആഘോഷങ്ങളിൽ പുൽക്കൂടിന് സവിശേഷ പ്രാധാന്യമാണുള്ളത്. സ്വയം ഉണ്ടാക്കിയും വിപണിയിൽ നിന്ന് വാങ്ങിയുമാണ് പുൽക്കൂടുകൾ അലങ്കരിച്ചൊരുക്കുന്നത്. പുൽക്കൂട്ടിൽ ഭൂജാതനായ ഉണ്ണിയേശുവിന്റെ ഓർമ്മയാണ് പുൽക്കൂടൊരുക്കലിന്റെ പിന്നിലുള്ളത്. പുൽക്കൂട് അലങ്കരിച്ച ശേഷമാണ് ക്രിസ്തുമസ് തലേന്ന് രൂപങ്ങൾ നിരത്തുന്നത്. മാലാഖ, ഔസപിതാവ്, മാതാവ്, രാജാക്കന്മാർ, ആട്ടിടയർ, ആട്, പശു, ഒട്ടകം, കഴുത തുടങ്ങിയവയാണ് പുൽക്കൂട്ടിൽ അണിനിരത്തുന്ന രൂപങ്ങൾ. പള്ളികളിൽ പാതിരായ്ക്കുള്ള തിരുപ്പിറവി ശുശ്രൂഷകൾക്ക് ശേഷമാണ് ഉണ്ണിയേശുവിന്റെ രൂപം പുൽക്കൂട്ടിൽ വയ്ക്കുക. കളിമണ്ണ്, മരം, പ്ലാസ്റ്റർ ഓഫ് പാരീസ്, ഫൈബർ തുടങ്ങിയവയിലുണ്ടാക്കിയ രൂപങ്ങൾ ഇപ്പോൾ സുലഭമാണ്. മരച്ചില്ല, മുള, പനയോല, ചൂരൽ, വൈക്കോൽ തുടങ്ങിയവ കൊണ്ടായിരുന്നു പണ്ടത്തെ പുൽക്കൂടൊരുക്കലെങ്കിൽ ഫോറക്സ് ഷീറ്റിലും മറ്റും തീർത്ത ദീപാലങ്കാരത്തിന്റെ മനോഹാരിത തുളുമ്പുന്ന റെഡിമെയ്ഡ് പുൽക്കൂടുകൾക്കാണ് ഇപ്പോൾ പ്രിയം. മണ്ണിൽ കുഴിച്ച് കുളം, കളിമൺ കുന്ന്, അരുവി, മരുഭൂമി, മല, ഗുഹ, നെല്ലും തിനയും മുളപ്പിച്ച് പാടം, പുൽമേട്, ഇടവഴി, കാലിത്തൊഴുത്ത് തുടങ്ങിയവയൊക്കെ ഉണ്ടാക്കിക്കൊണ്ടുള്ള പണ്ടത്തെ പുൽക്കൂടൊരുക്കൽ ഗൃഹാതുരതയാർന്ന ഓർമ്മയായി മാറിയിരിക്കുന്നു ഇപ്പോൾ. TCV ന്യൂസ്, തൃശൂർ. വടക്കേക്കാട് മുഖ്യലപീഡിക സെന്ററിൽ യാത്രക്കാരെയും ബസ് ജീവനക്കാരെയും വലച്ച് വടക്കേക്കാട് പോലീസിന്റെ പേരിൽ പുതിയ ബസ് സ്റ്റോപ്പ് സൂചനാ ബോർഡ്. നിലവിലെ ബസ് സ്റ്റോപ്പുകൾക്ക് 100 മീറ്റർ മധ്യത്തിലാണ് ബോർഡ് വെച്ചിട്ടുള്ളത്. ഇവിടെ 3 ബസ് നിർത്തേണ്ട ഗതികേടിലാണ് ബസ് ജീവനക്കാർ. സൂചനാ ബോർഡ് കണ്ട പുതിയ സ്റ്റോപ്പിൽ യാത്രക്കാർ നിൽക്കുന്നുണ്ടെങ്കിലും ബസ്സുകൾ നിർത്താതെ പോകുന്നതുമൂലം യാത്രക്കാരും വലയുകയാണ്. 3 ആഴ്ച മുൻപാണ് വടക്കേക്കാട് പോലീസ് എന്നെഴുതിയ പുതിയ ബോർഡ് പ്രത്യക്ഷപ്പെട്ടത്. ബസ് സ്റ്റോപ്പ് മാറ്റുന്നത് സംബന്ധിച്ച് പോലീസിന്റെ ഭാഗത്തുനിന്ന് യാതൊരു അറിയിപ്പൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. അതേസമയം മോഡേൺ ജംഗ്ഷൻ എന്ന ആശയത്തിന്റെ ഭാഗമായാണ് ബോർഡ് സ്ഥാപിച്ചിട്ടുള്ളത്. ഇതിന്റെ ഭാഗമായി CCTV ക്യാമറകളും ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. വിമല കോളേജ് അലുമിനി അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന വിമലാർദ്രം പദ്ധതിയുടെ ഭാഗമായി എടക്കളത്തൂർ നിർമ്മലാദാസി സദനിൽ കോളേജ് അലുമിനി അസോസിയേഷൻ അംഗങ്ങളും അധ്യാപകരും വിദ്യാർത്ഥികളും ഒത്തുകൂടി. സ്ഥാപനത്തിലേക്ക് ആവശ്യമായ 2 സെക്ഷൻ മെഷീനുകളും നെബുലൈസറും കൈമാറി. കോളേജ് ചെയർപേഴ്സൺ ഇസദ് ജിബിൻ നേതൃത്വം നൽകിയ ചടങ്ങിൽ ഫാമിലി ആൻഡ് കമ്മ്യൂണിറ്റി സയൻസ് വിദ്യാർത്ഥികൾ കലാപരിപാടികൾ അവതരിപ്പിച്ചു. അലുമിനി അസോസിയേഷൻ സെക്രട്ടറി ഷിജി റാഫേൽ ക്രിസ്മസ് സന്ദേശം നൽകി. പ്രോഗ്രാം കോർഡിനേറ്റർ ഡോക്ടർ നിഷ, ഡോക്ടർ ട്രീസ, ഡോക്ടർ ആഗി എന്നിവർ സംസാരിച്ചു. പോർക്കുളം കുതിരപ്പാടത്ത് മുണ്ടകൻ കൃഷി കൊയ്ത്ത് തുടങ്ങി. 60 ഏക്കർ പാടത്താണ് കൃഷി ചെയ്തിട്ടുള്ളത്. പാടത്ത് ചെളി നിറഞ്ഞത് കൊയ്ത്തിന് തിരിച്ചടിയാകുന്നുണ്ട്. ഒരാഴ്ച മുൻപ് പെയ്ത കനത്ത മഴയാണ് കർഷകർക്ക് തിരിച്ചടിയായത്. കുതിരപ്പാടത്തിന് സമീപം റോഡരികിൽ നടപ്പാത നിർമ്മിച്ചത് നെല്ല് കൂട്ടിയിടാൻ കർഷകർക്ക് സൗകര്യമായി. ലൈഫ് ഭവന പദ്ധതിയിലെ അനാസ്ഥയ്ക്കെതിരെ കോൺഗ്രസ് പാർലമെന്ററി പാർട്ടിയുടെ നേതൃത്വത്തിൽ എറിയാട് പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ ധർണ നടത്തി. AICC സെക്രട്ടറി റോജി M. ജോൺ ധർണ ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി നേതാവ് PK മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു. DCC സെക്രട്ടറി അഡ്വക്കേറ്റ് PH മഹേഷ്, CM മൊയ്തു, PS മുജീബ് റഹ്മാൻ, TM കുഞ്ഞുമൊയ്തീൻ എന്നിവർ സംസാരിച്ചു.
വടക്കാഞ്ചേരി നഗരസഭയുടെയും അവണൂർ പഞ്ചായത്തിന്റെയും സർവ്വശുദ്ധി പദ്ധതിയെ വെല്ലുവിളിച്ച് മെഡിക്കൽ കോളേജിനകത്തെ കാന്റീൻ കരാറുകാരൻ മാസങ്ങളായി മെഡിക്കൽ കോളേജ് കോമ്പൗണ്ടിൽ മാലിന്യങ്ങൾ തള്ളുകയാണെന്ന് നഗരസഭാ പ്രതിപക്ഷ നേതാവ് കെ അജിത് കുമാർ ആരോപിച്ചു. അവണൂർ പഞ്ചായത്ത് മെമ്പർ തോമസ് പുത്തിരിയുടെ നേതൃത്വത്തിലാണ് നാട്ടുകാർ മാലിന്യ നിക്ഷേപം തടഞ്ഞത്. ഈ കരാറുകാരന് മെഡിക്കൽ കോളേജിലെ മുൻ സൂപ്രണ്ടിന്റെയും ആർഎംഒയുടെയും എല്ലാ സഹായം ലഭിക്കുന്നുണ്ടെന്നും അനധികൃത പ്രവർത്തനങ്ങൾ നടത്തുന്ന കാന്റീൻ കരാറുകാരനെതിരെ നടപടി സ്വീകരിക്കണമെന്നും നഗരസഭാ പ്രതിപക്ഷ നേതാവ് കെ അജിത് കുമാർ, വാർഡ് മെമ്പർ തോമസ് പുത്തിരി എന്നിവർ ആവശ്യപ്പെട്ടു. വരന്തരപ്പള്ളി വിവേകാനന്ദ വിദ്യാനികേതൻ സെൻട്രൽ സ്കൂളിൽ പുതുതായി തയ്യാറാക്കിയ സയൻസ് ലാബ് വിവേകാനന്ദ ട്രസ്റ്റ് സെക്രട്ടറി TC സേതുമാധവൻ ഉദ്ഘാടനം ചെയ്തു. വിദ്യാലയ സമിതി പ്രസിഡന്റ് VV നാരായണൻ അധ്യക്ഷത വഹിച്ചു. വാർഡ് മെമ്പർ ഷൈജു പട്ടിക്കാട്ടുകാരൻ, സ്കൂൾ മാനേജർ തിലകൻ അയ്യഞ്ചിറ, പ്രിൻസിപ്പൽ കെ രമാദേവി, MN പ്രഭാകരൻ, ഗീതാരാമൻ, TS അളകനന്ദ എന്നിവർ സംസാരിച്ചു. ചാലക്കുടി കൂടപ്പുഴ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലെ കാവടി മഹോത്സവത്തിന് കൊടിയേറി. തന്ത്രി CK നാരായണൻകുട്ടി കൊടിയേറ്റം നിർവഹിച്ചു. മേൽശാന്തി K ബാബുലാൽ സഹകാർമ്മികനായി. ക്ഷേത്രം പ്രസിഡന്റ് KA ഉണ്ണികൃഷ്ണൻ, സെക്രട്ടറി AT ബാബു, ട്രഷറർ KG സുന്ദരൻ, AK സുഗതൻ തുടങ്ങിയവർ പങ്കെടുത്തു. 25-നാണ് ഉത്സവം. നെട്ടിശ്ശേരി മുക്കാട്ടുകര റോഡിന്റെ ശോചനീയാവസ്ഥയ്ക്കെതിരെ പ്രതിഷേധിക്കാനായി രൂപം കൊണ്ട ജനകീയ കൂട്ടായ്മയുടെ ക്രിസ്മസ് നവവത്സരാഘോഷം ഇന്റർനാഷണൽ ബുക്ക് ഓഫ് റെക്കോർഡ് അവാർഡ് ജേതാവ് ദക്ഷ ജയകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ദക്ഷ ജയകൃഷ്ണനെയും കേരളോത്സവത്തിൽ തുടർച്ചയായി 7 വർഷം കലാകായിക മത്സരങ്ങളിൽ 1ാം സ്ഥാനം കരസ്ഥമാക്കിയ നെട്ടിശ്ശേരി സോക്കർ സിറ്റി FC ക്ലബിനെയും മേള പ്രമാണി കിഴക്കൂട്ട അനിയന്മാരാർ അനുമോദിച്ചു. വ്യത്യസ്ത മേഖലകളിൽ കഴിവ് തെളിയിച്ചവരെ പൂരപ്രേമി സംഘം ഭാരവാഹി വിനോദ് കണ്ടങ്കാവിൽ ആദരിച്ചു. സുബൈദാർ മേജർ KK ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ജെൻസൺ ജോസ് കാക്കശ്ശേരി, A അഭിലാഷ്, ശശി നെട്ടിശ്ശേരി, C രാജൻ തുടങ്ങിയവർ സംസാരിച്ചു. ഇന്റർനാഷണൽ അസോസിയേഷൻ ഫോർ സൂയിസൈഡൽ പ്രിവൻഷൻ ഇന്റർനാഷണൽ അവാർഡിന് അർഹനായ അയ്യന്തോൾ സ്വദേശി ഡോക്ടർ വികാസ് മേനോനെ ആദരണീയം സാംസ്കാരിക പൌരാവലി ആദരിച്ചു. രക്ഷാധികാരി മുൻ നിയമസഭാ സ്പീക്കർ തേറമ്പിൽ രാമകൃഷ്ണൻ ആദരം ഉദ്ഘാടനം ചെയ്തു. മുൻ MLA TV ചന്ദ്രമോഹൻ, ഡോക്ടർ PV കൃഷ്ണൻ നായർ, N ശ്രീകുമാർ, അഡ്വക്കേറ്റ് S അജി, സന്തോഷ് കോലരി എന്നിവർ പങ്കെടുത്തു. വെങ്ങണിശ്ശേരി നാരായണാശ്രമ തപോവനവും പാർലിക്കാട് ഹിന്ദ് നവോത്ഥാന പ്രതിഷ്ഠാനും സംയുക്തമായി സംഘടിപ്പിക്കുന്ന 22ാമത് ശ്രീമദ് ഭാഗവത തത്വസമീക്ഷാ സത്രത്തിന്റെ വിളംബര രഥഘോഷയാത്ര നടന്നു. പ്രൊഫസർ സാധു പത്മനാഭൻ വിഗ്രഹത്തിൽ മാല ചാർത്തി സ്വാമി ബ്രഹ്മർഷി ദേവപാലൻ ആരതി കാണിച്ചു. സത്രം ഭാരവാഹികളായ T പുരുഷോത്തമൻ, A രാമചന്ദ്രൻ, EK പരമേശ്വരൻ, ആര്യാമ്പാടം വിജയൻ എന്നിവർ വിളംബര രഥഘോഷയാത്രയ്ക്ക് നേതൃത്വം നൽകി. സ്വാമി ഭൂമാനന്ദ തീർത്ഥ ചതുർഭുജധാരിയായ ശ്രീ മഹാവിഷ്ണു വിഗ്രഹം സ്ഥാപിച്ചു. തുടർന്ന് സത്രത്തിന്റെ ധ്വജസ്തംഭ സ്ഥാപനം നിർവഹിച്ചു. ആദിവാസി വിഭാഗങ്ങൾക്ക് 6 അടിസ്ഥാന രേഖകൾ ലഭ്യമാക്കുന്ന ABCD പ്രോഗ്രാം അതിരപ്പള്ളി പഞ്ചായത്തിൽ ആരംഭിച്ചു. അക്ഷയ ബിഗ് ക്യാമ്പയിൻ ഫോർ ഡോക്യുമെന്റ് ഡിജിറ്റലൈസേഷൻ പദ്ധതിയുടെ ജില്ലാതല പരിപാടിയിൽ പ്രീ ആധാർ ക്യാമ്പയിൻ വഴി 250 പേർക്ക് സേവനം നൽകി. അതിരപ്പള്ളിയിലെ 14 ഊരുകളിലെ 610 കുടുംബങ്ങൾക്കും സർക്കാർ സേവനം ഏറ്റവും എളുപ്പത്തിൽ ലഭ്യമാക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം. സിവിൽ സപ്ലൈസ്, ട്രൈബൽ, ആരോഗ്യം, IT മിഷൻ, തദ്ദേശഭരണം, ഇലക്ഷൻ വിഭാഗം, റവന്യൂ തുടങ്ങിയ വകുപ്പുകളെ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സബ് കളക്ടർ കാർത്തിക് പാണിഗ്രാഹി, P ഹെറാൾഡ് ജോൺ, ചാലക്കുടി തഹസിൽദാർ EN രാജു, പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ആതിര ദേവരാജൻ, വൈസ് പ്രസിഡന്റ് സൗദാമിനി മണിലാൽ എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകി. പുറനാട്ടുകര കേന്ദ്രീയ വിദ്യാലയം 34ാമത് വാർഷികം ആഘോഷിച്ചു. അസിസ്റ്റന്റ് കളക്ടർ കാർത്തിക് പാണിഗ്രാഹി ചടങ്ങിൽ മുഖ്യാതിഥിയായി. സ്കൂൾ പ്രിൻസിപ്പൽ സുധാകരൻ അധ്യക്ഷത വഹിച്ചു. അക്കാദമിക് മികവ് പുലർത്തിയ വിദ്യാർത്ഥികളെയും വിവിധ കലാകായിക മത്സരങ്ങളിൽ വിജയിച്ചവരെയും ചടങ്ങിൽ ആദരിച്ചു. കത്തോലിക്ക കോൺഗ്രസ് പറപ്പൂർ ഫറോന കുടുംബസംഗമം വികാരി ഫാദർ സെബി പുത്തൂർ ഉദ്ഘാടനം ചെയ്തു. തൃശൂർ അതിരൂപത ഡയറക്ടർ ഫാദർ വർഗീസ് കുത്തൂർ ക്ലാസ് നയിച്ചു. ഫറോന ഡയറക്ടർ ഫാദർ ജോമോൻ ഇമ്മട്ടി, അതിരൂപത പ്രസിഡന്റ് ജോഷി വടക്കൻ, പറപ്പൂർ യൂണിറ്റ് പ്രസിഡന്റ് ടോണി എന്നിവർ സംസാരിച്ചു. മണ്ണത്തി ഡോൺ ബോസ്കോ കോളേജ് സലേഷ്യൻ കോ ഓപ്പറേറ്റേഴ്സ് ആൻഡ് ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ ക്രിസ്മസ് ആഘോഷവും സ്കോളർഷിപ്പ് വിതരണവും സംഘടിപ്പിക്കും. ശനിയാഴ്ച കോളേജ് ഓഡിറ്റോറിയത്തിൽ നടന്ന ആഘോഷ പരിപാടികൾ
ജില്ലാ കളക്ടർ വി.ആർ. കൃഷ്ണതേജ ഉദ്ഘാടനം ചെയ്യും. ജില്ലയിലെ വിവിധ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട 50-ൽ പരം വിദ്യാർത്ഥികൾക്കായി 10 ലക്ഷം രൂപയുടെ സ്കോളർഷിപ്പ് വിതരണം, NCC വാർഷിക ട്രെയിനിംഗ് ക്യാമ്പ് ഉദ്ഘാടനം, സംഗീത നിശ എന്നിവയും നടക്കും. വാർത്താസമ്മേളനത്തിൽ ഫാദർ സിറിൽ ഇടമന, ദേവസി കൊക്കൻ, ജോസ് പുതുക്കാടൻ, ജോമോൻ ചെറുശ്ശേരി, KT ഡേവിസ് എന്നിവർ സംസാരിച്ചു. മതിലകം സെന്റ് ജോസഫ് റോമൻ കാത്തലിക് ദേവാലയം സംഘടിപ്പിക്കുന്ന മുസ്ലിസ് ക്രിസ്മസ് കാർണിവൽ ഈ മാസം 23 മുതൽ 31 വരെ മതിലകം സെന്റ് ജോസഫ് ഹൈസ്കൂൾ ഗ്രൌണ്ടിൽ നടക്കും. കാർണിവൽ 23-ന് വൈകിട്ട് ബെന്നി ബഹനാൻ MP ഉദ്ഘാടനം ചെയ്യും. വാർത്താസമ്മേളനത്തിൽ ചെയർമാൻ ഫാദർ ജോസഫ് മാളിയേക്കൽ, സംഘാടക സമിതി അംഗങ്ങളായ ഫിലിപ്പ് ഓളാട്ടുപുറം, ബൈജു ജോൺ ജിസ്മോൻ, ഷാജു പടമാടൻ തുടങ്ങിയവർ പങ്കെടുത്തു. ചന്ദ്രാപിനി കണ്ണനാംകുളം മഹാദേവ ക്ഷേത്രത്തിലെ ഉത്സവത്തിന് കൊടിയേറി. ക്ഷേത്രം തന്ത്രി തരണനെല്ലു പടിഞ്ഞാറേമന പത്മനാഭൻ നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിലാണ് കൊടിയേറ്റം നിർവഹിച്ചത്. തുടർന്ന് തിരുവാതിരക്കളിയും അരങ്ങേറി. ദേവസ്വം ഓഫീസർ KC മനോജ്, ക്ഷേത്ര ഉപദേശക സമിതി ഭാരവാഹികളായ രാമചന്ദ്രൻ വിളക്കത്തല, സുശീൽ കാഞ്ഞിരപ്പറമ്പിൽ, ഉദയകുമാർ ചെറുപറമ്പത്ത്, ഉത്സവാഘോഷ കമ്മിറ്റി ഭാരവാഹികളായ ദിലീപ് കുമാർ കൊച്ചിക്കാട്ട്, മൂരാരി വേളമ്പത്ത് എന്നിവർ നേതൃത്വം നൽകി. മാസം 26-നാണ് ഉത്സവം. തലൂർ ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ തിരുവാതിര പുണർദം മഹോത്സവത്തിന് നാളെ തുടക്കമാകുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. 7 ദിവസങ്ങളായി നടക്കുന്ന ഉത്സവത്തിന്റെ ഭാഗമായി മഹാരുദ്രയജ്ഞമടക്കമുള്ള ചടങ്ങുകൾ നടക്കും. സാംസ്കാരിക പരിപാടികളുടെ ഉദ്ഘാടനം പാറമേക്കാവ് ദേവസ്വം സെക്രട്ടറി G. രാജേഷ് നിർവഹിക്കും. ക്ഷേത്രം രക്ഷാധികാരി EV കൃഷ്ണൻ നമ്പൂതിരി, പ്രസിഡന്റ് EP നാരായണൻ നമ്പൂതിരി, സെക്രട്ടറി K. സുനിൽകുമാർ, കൺവീനർ TN നിശാന്ത് എന്നിവർ പങ്കെടുത്തു. മതിലകം സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂൾ നിർധനരായ വിദ്യാർത്ഥിക്ക് പണിതു നൽകുന്ന കാരുണ്യ ഭവനത്തിന് ശിലയിട്ടു. സ്കൂൾ മാനേജർ ഫാദർ ജോസഫ് മാളിയേക്കൽ തറക്കല്ലിടൽ നിർവഹിച്ചു. PTA പ്രസിഡന്റ് KY അസീസ്, പ്രധാന അധ്യാപകൻ VK മുജീബ് റഹ്മാൻ, പ്രിൻസിപ്പൽ AP ലാലി തുടങ്ങിയവർ പങ്കെടുത്തു. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്ഭവനെ കേരള ഗവർണർ BJPയുടെ ക്യാമ്പ് ഓഫീസാക്കി മാറ്റിയെന്ന CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. സർവകലാശാലകളിലേക്ക് ലക്ഷണമൊത്ത RSSകാരെ ഒളിച്ചുകടത്താൻ ശ്രമിക്കുന്ന ഗവർണറെ പിന്തുണയ്ക്കുന്ന കോൺഗ്രസ് രാഷ്ട്രീയം ലജ്ജാകരമെന്നും ബിനോയ് വിശ്വം. ചലച്ചിത്ര താരം ഗൌതമിയുടെ ഭൂമി തട്ടിയെടുത്ത കേസിൽ 5 പ്രതികൾ അറസ്റ്റിൽ. ചൂണ്ടലിൽ വാടകയ്ക്ക് താമസിച്ചു വന്നിരുന്ന പ്രതികളെ തമിഴ്നാട് പോലീസാണ് പിടികൂടിയത്. ജില്ലയിൽ തെരുവ് നായ്ക്കളുടെ ശല്യം രൂക്ഷമായി തുടരുന്നു. കടപ്പുറം മഞ്ചങ്ങാടിയിൽ തെരുവ് നായ്ക്കൾ 3 ആടുകളെ കടിച്ചുകൊന്നു. സഹോദരനെ വധിച്ച കേസിൽ പ്രതിക്ക് ജീവപര്യന്തവും 2 ലക്ഷം രൂപയും ശിക്ഷ വിധിച്ചു. വെങ്ങനിശ്ശേരി കളരിക്കൽ വീട്ടിൽ സലീഷിനെയാണ് തൃശൂർ 1 അഡീഷണൽ ജില്ലാ കോടതി ശിക്ഷിച്ചത്. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിച്ചത് കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം.